ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ്. അപ്പോൾ ഈ ഫ്രഞ്ച് ടോസ്റ്റ് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് വേഗം തന്നെ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് ചെറിയ ബൗളിൽ ആദ്യം പൊട്ടിച്ചിട്ടിട്ട് അതിന് ശേഷമാണ് ഈ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നത്. കാരണം അത് ഒരു മുട്ട മോശമായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ മുട്ടയും മോശമായി പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മുട്ട ഇതിൽ ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂണ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര വളരെ കുറച്ച് മാത്രമേ വേണ്ടുന്നുള്ളവർക്ക് വളരെ കുറച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലൊരു 3 ടീസ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 നുള്ള് ഉപ്പും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പം നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിക്കാം. അപ്പം നന്നായിട്ട് തിളപ്പിച്ച പാലാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. തിളപ്പിച്ചത് തണുത്ത പാല്. അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടുന്നത് ബ്രെഡാണ്. അപ്പം ഞാനൊരു 5 പീസ് ബ്രെഡാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം മുറിച്ച് കളയാം. പക്ഷേ ഞാനിപ്പോൾ അതിൻ്റെ സൈഡൊന്നും മുറിച്ച് കളയുന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ബട്ടറിൻ്റെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള എഗ്ഗിൻ്റെ ആ മിക്സ്ചറിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നന്നായിട്ട് ഈ ബ്രെഡിലേക്ക് ആ ഒരു മിക്സ് നന്നായിട്ട് പിടിക്കണം. അതിനുശേഷം നമുക്കിത് ഈ ഒരു വെണ്ണേൻ്റെ നല്ല ചൂടായിട്ടുള്ള വെണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ മുട്ടയെല്ലാം അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഡിപ്പായിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ മുട്ടയെല്ലാം ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ആദ്യം കുറച്ച് സമയം ഇതുപോലെ ഒരു ഭാഗം അത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് പിന്നെയും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഐറ്റമായിട്ട് കൊടുക്കാം. എങ്ങനെ ആയാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നല്ല ചൂട് ചായേൻ്റെ കൂടെയെല്ലാം ഇത് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വൈകുന്നേരത്തേക്കുള്ള ഒരു സ്നാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ വേണമെങ്കിൽ കുട്ടികൾക്ക് കോളേജിൽ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. എങ്ങനെയായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഉണ്ടാക്കണം. നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേഗം കരിഞ്ഞു പോകും. പക്ഷേ അതിൻ്റെ പുറം മാത്രം വെന്തിട്ട് ഉള്ളു ഒട്ടും വെന്ത് കിട്ടൂല. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് നന്നായിട്ട് വെന്തിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് അതിൽ ഓളെന്ന് സെലക്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബായ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.